സ്ത്രീധന പീഡനവും ബോഡി ഷെയ്മിങ്ങും ഇത് രണ്ടും പരസ്പര പൂഴങ്ങളാണെന്ന് ചോദിച്ചാൽ, കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളോട് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ജിസ്മോളും അവരുടെ മക്കളുടെയും മരണം കൊലപാതക ആത്മഹത്യ എന്ന് പറയേണ്ടി വരും. കാരണം അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതാണ് LLMകാരിയായ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നല്ല വക്കീൽ. അവരുടെ മക്കൾ ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആദ്യം വിഷം കഴിക്കുന്നു, പിന്നെ തൂങ്ങിച്ചാകാൻ ശ്രമിക്കുന്നു, അതിനുശേഷം പിന്നീട് കായലിൽ ചാടി, ആറ്റിൽ ചാടി മരിക്കുന്നു. ഇത്രയൊക്കെ ആ പെൺകൊച്ചിനെ കൊണ്ട് അല്ലെങ്കിൽ ആ യുവതിയെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ എത്രമാത്രം ക്രൂര പീഡനങ്ങളാണ് അവർ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ചതെന്ന് അറിയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. കാരണം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. കാരണം അത്രയും അധികം നമ്മളെല്ലാവരും ഒരു കേസിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ഭർത്തൃപീഡനമായാലും സ്ത്രീധന പീഡനമായാലും ഗാർഹിക പീഡനമായാലും നമ്മൾ ചെല്ലുന്നത് ഭർത്താക്കന്മാരുടെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ചെല്ലുന്നത് നമ്മൾ വക്കീലെടുക്കലാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ലൂപ്പ് പോയിന്റ്സ് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ലോ പോയിന്റ്സ് പറഞ്ഞു തരുന്ന, ലൂപ്പ് ഹോൾസ് പറഞ്ഞു തരുന്ന ആ വക്കീൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവിടെ ആർക്കാണ് രക്ഷയുള്ളത്? അതൊരു വിമൻ വക്കീലാണ്, ഒരു ലേഡി അഡ്വക്കേറ്റ്. അവർ മരിച്ചു കളയണമെങ്കിൽ, അതും ഭർത്തൃപീഡനം കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരുടെ പീഡനങ്ങൾ കൊണ്ടോ മരിക്കപ്പെടണമെങ്കിൽ മറ്റ് സാധാരണ സ്ത്രീകൾ എങ്ങോട്ട് ഓടും പൗർണമി? ഓടാൻ സ്ഥലമില്ല. ഓടാനുള്ള ആകെ അഭയം പ്രാപിക്കുന്നതാണ് ആത്മഹത്യയിലൂടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുൻപും സംസാരിച്ചിട്ടുണ്ട്. ഈ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണല്ലോ ഈ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ വെക്കുന്നത്. അപ്പോൾ ആ പെണ്ണ് കാണലിൽ മനസ്സിലാവും എന്ത് കിട്ടും, എന്ത് കിട്ടില്ല, എങ്ങനെയുള്ള പെണ്ണാണ്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, പെണ്ണിൻ്റെ നിറം ഏതാണ്, ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് അല്ലേ. പിന്നെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള അല്ലാത്തവർ കല്യാണം കഴിപ്പിക്കണ്ട, നിങ്ങൾ എല്ലാവർക്കും കല്യാണം കഴിക്കണം, ശരിക്കും എല്ലാവർക്കും കല്യാണം കഴിക്കണം, കെട്ടിക്കണം. ആ ഒരു പ്രായമാകുമ്പോഴത്തേക്കും കല്യാണം കഴിക്കണം. അതിന് പെണ്ണും വേണം, പെണ്ണിന് അത്യാവശ്യം വേണ്ട ആഭരണങ്ങളോ അല്ലെങ്കിൽ സ്വത്തോ വകയോ എന്താണേ വേണം. പക്ഷേ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നിടം വരെ ഒരു സ്നേഹം, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ സ്നേഹമൊക്കെ എങ്ങോട്ടോ പോകും. പിന്നെ അവർക്ക് എന്തിനാണ് ശരിക്കും ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കല്യാണം കഴിപ്പിക്കുന്നത്? ഇപ്പം ഈ പറയുന്ന കല്യാണം അവരൊരു സ്ത്രീയല്ലേ. ഇപ്പം ഈ പറയുന്ന ജിസ്മോളുടെ വീട്ടുകാർ, അതായത് അച്ഛനും ആങ്ങളെയും പറയുന്നത് അവരുടെ മകൾ അല്ലെങ്കിൽ അവൻ്റെ സഹോദരി, അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. തനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ തൻ്റെ സഹോദരിയെ വിളിച്ചാണ് ആ വിഷമം പറയുന്നത്. അത്ര ബോൾഡായിട്ടുള്ള ഒരാളായിരുന്നു. നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജിസ്മോൾ ഒരു അഡ്വക്കേറ്റ് സ്വന്തമായിട്ടൊരു ഓഫീസ് എടുത്തു. ഈ പറയുന്ന ഭർത്താവിൻ്റെ കുറച്ച് പണം വാങ്ങിയിരുന്നു, നിരന്തരമായിട്ട് ആ പണം തിരിച്ചു ചോദിച്ചിരുന്നു. അങ്ങനെ കേസ് നടത്തി കിട്ടിയ ഫീസ് കൊണ്ട് ആദ്യം തന്നെ സ്വന്തം ഭർത്താവിൻ്റെ കടമാണ് ഈ ഭാര്യയായ ജിസ്മോൾ വീട്ടിയത്. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട്, ഇടയ്ക്ക് ജിസ്മോള് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ തലയിൽ എന്തോ പാട് കണ്ടിട്ട് ചോദിച്ചപ്പോൾ എവിടെയോ കഥകിലും മറ്റോ തട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ അടുത്ത ദിവസം ജിസ്മോള് തന്നെ വന്ന് പറഞ്ഞു ഭർത്താവ് ഉപദ്രവിച്ചതാണ്. അത് എന്തുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചോദിക്കാൻ പോയി കഴിയുമ്പോൾ വീണ്ടും പ്രശ്നവും. ശരിക്കും ഇന്നും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയേറെ സ്ത്രീധന പീഡന കേസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ യുവതികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഇത്രയെല്ലാം സംഭവങ്ങൾ നടന്നിട്ടും മലയാളികൾക്ക് ഇതൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ അവരുടെ ശീലങ്ങളോ സ്വഭാവങ്ങളോ മാറ്റാനോ യാതൊരു ഉദ്ദേശവും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ നടന്ന സംഭവം. കാരണം ആങ്ങളെ പറയുന്നു, ഞായറാഴ്ച വൈകുന്നേരമോ മറ്റോ, അല്ലെങ്കിൽ ശനിയാഴ്ച വരെ എന്തോ ചേച്ചിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആ വീട്ടിൽ എന്തോ ചേച്ചിക്ക് സഹിക്കാനാവാത്ത വിധം എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്, ദുരൂഹതയുണ്ട്, ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്ന് പറയുന്നു. അച്ഛൻ്റെയും സഹോദരൻ്റെയും വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. അതായത് അത്രയും വികാരഭരിതമായിട്ടാണ് അവരത് പറയുന്നത്. ശരിക്കും നമ്മൾ കുറ്റപ്പെടുത്തും എപ്പോഴും, നിങ്ങൾക്കും ശ്രദ്ധിച്ചുകൂടായിരുന്നോ, നിങ്ങളുടെ മകളല്ലേ, കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ വഴി പോകണോ? ശരിയാ, അത് ഒരു പരിധിയിലധികവും അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്വന്തം മകൾ തന്നെ തൻ്റെ വീട്ടുകാർ വിഷമിക്കും എന്ന് വിചാരിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെയാ ശാരിക യഥാർത്ഥത്തിൽ കുറ്റം പറയാൻ പറ്റുന്നത്? സത്യത്തിൽ കുറ്റം പറയേണ്ടത് ഈ പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എന്തിനാണ് മക്കൾക്ക് അങ്ങൊരു ചിന്താഗതി ഇട്ടു കൊടുക്കുന്നതിനെ എപ്പോഴും? ശരിയാണ്, ഞാൻ ചിന്തിക്കും, അല്ലെങ്കിൽ താൻ ചിന്തിക്കും, പൗർണമി ചിന്തിക്കുമായിരിക്കും. നമ്മൾ മാതാപിതാക്കൾ ആവശ്യപ്പെടത്തില്ല. ഇപ്പം ഈ ജിസ്മോളുടെ വിവാഹ വീഡിയോ കണ്ടിരുന്ന പൗർണമി, ഇത് കാണണം. ആഡംബര കല്യാണമായിരുന്നു. ആക്ച്വലി ഒരാൾ മകളെ LLMമാരൊക്കെ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത്യാവശ്യം കാശുള്ള ഫാമിലിയിൽ തന്നെയാണ്. അവർ ഫിൽത്തി റിച്ച് ആണ്. അവർ അത്യാവശ്യം നല്ല ഇട്ടുമൂടാനുള്ള സമ്പത്തുള്ള വീട്ടിൽ നിന്നുള്ളതാണ് ജിസ്മോൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവരുടെ വീടും ഒക്കെ അങ്ങനെ തന്നെയാണ്. സോ അവരുടെ കല്യാണം ഒരു ആഡംബര കല്യാണമാണ്. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ ഇവരുടെ നിറത്തിന്റെ പേരിൽ ഇവരെ വല്ലാതെ ഹ്യൂമിലേറ്റ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഇച്ചിരി പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇവർ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം സാമ്പത്തിക മാത്രമായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും നമ്മൾ അത് അങ്ങനെ പറയാൻ പാടില്ല. എന്നിരുന്നാലും ഈ ജിസ്മോളുടെ കല്യാണ ഫോട്ടോയിൽ നോക്കുമ്പോൾ നമുക്ക് ചിരി വരും. വേറൊന്നും കൊണ്ടല്ല, അവർ നിറം കുറവൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. അവരെ ആ പടത്തിൽ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഹസ്ബൻഡിനെ നോക്കും, അയ്യോ ഇവനെയാണോ കെട്ടിയത്, സീരിയസ്ലി. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റ ബോഡി ഷേമിങ് ആയിരിക്കും, എങ്കിലും അവനെയൊക്കെ പറയാം.
വേറൊന്നും കൊണ്ടല്ല, ഇത്രയും സുന്ദരിയായ, ഇത്രയും 7 അഴകുള്ള, കറുപ്പിന് 7 അഴകെന്ന് പറയുന്ന പോലെ 7 അഴകുള്ള ഒരു പെൺകുട്ടി അവളുടെ കല്യാണ ആൽബത്തിലും വീഡിയോസിലും ഒക്കെ അതീവ സുന്ദരി, അത്രയും ആഭരണങ്ങളോടുകൂടി നല്ല സാരിയിൽ പളപളക്കുന്ന ഒരു സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിട്ട് നമുക്ക് അതിന് തോന്നും. നമ്മളെ ആ പെണ്ണിനെ ശ്രദ്ധിക്കുള്ളൂ ആ കല്യാണ വീഡിയോയിൽ, നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നു. അപ്പോഴും അതിനകത്ത് കമന്റ്സ്, താഴെ കമന്റ്സ് വന്നിട്ടുണ്ട്, ഇവനെ വെച്ചാണോ ഇവളെ കമ്പയർ ചെയ്യുന്നത്? കാരണം അയാളെ വെച്ച് നോക്കുമ്പോൾ അയാൾ സത്യത്തിൽ ഒന്നിനും കൊള്ളില്ല അവരെ വെച്ച് കമ്പയർ. അപ്പൊ അതൊരു ഒബ്വിയസ് ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ട്. സമ്പത്ത് നോക്കി, പെണ്ണിന്റെ വീടിന്റെ സമ്പത്ത് നോക്കി തന്നെ ആവണം ഈ പറയുന്ന ജിസ്മോളുടെ ഹസ്ബൻഡ് ഇവർ വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. 2 കുട്ടികളാണ്, കുട്ടികൾക്ക് രണ്ടും വലിയ പ്രായമൊന്നുമില്ല, രണ്ടും അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ കുഞ്ഞുങ്ങളായിരിക്കാം മേ ബി. സോ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ജിസ്മോളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ചിന്ത വീട്ടുകാർക്കുണ്ട്. ജിസ്മോളുടെ മാനസികാവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പഠിപ്പിച്ചു, ഇത്രയും ആഡംബരമായിട്ട് കെട്ടിച്ചു വിട്ടു. അപ്പൊ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നൊരു ബാധ്യതയാവരുന്നൊരു ചിന്താഗതിയാണ് ആ പെൺകുട്ടിയെ അലട്ടിയിട്ടുണ്ടാവുക. അവളിനി എന്ത് പ്രൊഫഷണലും ആയിക്കോട്ടെ, അവളെ LLB കാരിയാണ്, അല്ലെങ്കിൽ ലോയറാണ്, അവൾ ഭയങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, എല്ലാവരുടെ വിഷമങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം വിഷമം വന്നപ്പോൾ അവളുടെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ ആർക്കും ഒരു ബാധ്യതയാവാൻ പാടില്ല, എൻ്റെ കുട്ടികളും ഒരാൾക്കും ബാധ്യതയാവാൻ കാരണം എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു വീട്ടുകാരെ, എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ വീട്ടുകാരെ. അപ്പോൾ അവിടെ മാറേണ്ടത് സത്യത്തിൽ നമ്മുടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് ചെറുപ്പത്തിലെ മരുന്ന് പോലെ കുത്തിവെച്ച് കൊടുക്കേണ്ട ഒരു സാധനമാണ്. ഇനി നിന്നെ എത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ പഠിപ്പിച്ചാലും, ഇനി എത്ര കാശ് മുടക്കി നിന്നെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചയച്ചാലും, നിനക്കൊരു പ്രശ്നമുണ്ടായാൽ നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരണം. ഒരിക്കലും നീ നിന്റെ ജീവൻ എടുക്കാനോ മറ്റൊരു അവിവേകമോ നീ കാണിക്കാൻ ശ്രമിക്കരുത്. നിന്റെ സ്വപ്നങ്ങളിൽ പോലും നീ അത് ചിന്തിക്കരുത്. കാരണം നമ്മുടെ അച്ഛനും അമ്മയും നിരന്തരം നമ്മൾ അവരുടെ വട്ടമേശ സമ്മേളനത്തിൽ നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടും, നമ്മൾ ഹൈസ്കൂളിലാവുന്ന കാലം തൊട്ടും, നമ്മൾ പീരീഡ്സ് ആവുന്ന കാലം തൊട്ടും, അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ കോഴ്സിൽ ചെയ്യുക അന്ന് കാലം തൊട്ടും ഇവരുടെ ഡിസ്കഷൻ എന്താ? നമ്മുടെ വിവാഹം. എത്ര ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം, ഇവളെ ഇപ്പം തന്നെ പഠിപ്പിച്ചതിൻ്റെ കടങ്ങൾ ഇത്രയും ഉണ്ട്, അല്ലെങ്കിൽ അവർ നമ്മുടെ നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി. നമ്മളിനി എത്ര പുരോഗമനവാദം പറഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയും നന്നാവത്തില്ല. നമ്മുടെ എല്ലാ ഈ ഞാൻ ഉൾപ്പെടുന്ന പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും അവരുടെ വീട്ടുകാരും നന്നാവത്തില്ല. സഹോദരനോ സഹോദരിയോ ചേട്ടനോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും കൂടെ വട്ടമേശ സമ്മേളനത്തിൽ കൂടുന്നത് നമ്മൾ വീട്ടിൽ ഇച്ചിരി സ്മാർട്ടും കൂടെ ആണെങ്കിൽ ഒട്ടും പറയണ്ട. ഇവളെ ഒന്ന് കെട്ടിക്കണ്ടേ, ഇപ്പം തന്നെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ലോണൊക്കെ ആയി, ബിസിനസ്സിൽ ഇത്രയൊക്കെ ശമ്പളം പോരാ, ഞാൻ ഇത്രയും കാലം പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടു, അപ്പോൾ ഇനി ഇവളുടെ കല്യാണം കൂടെ കണ്ടിട്ട്, ഇവളുടെ കൊച്ചുങ്ങളെ കൂടെ കണ്ടിട്ട് എനിക്ക് അങ്ങ് മരിച്ചാൽ മതി, ഇവളെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം. ആ ഒരു ആശ്വാസം എന്ന വേർഡാണ് അവിടെ പെൺകുഞ്ഞുങ്ങളുടെ മരണത്തിനൊരു കാരണം. ആ ആശ്വാസം ഇവർ പറയുമ്പോൾ അതൊരു ബാധ്യതയായിട്ട് ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വന്ന് വീഴുവാണ്. അച്ഛന്റെ അമ്മയുടെ ആശ്വാസം അവളെ സംബന്ധിച്ചിട്ട് ഇത് ശരിക്കും കാലാകാലങ്ങളായിട്ട് പകർന്നു വരുന്നൊരു രോഗമായത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയും ഒരു സ്റ്റോപ്പ് ഇല്ല, അല്ലെങ്കിൽ ആരും അതിനൊരു മാറ്റം വേണം എന്നുള്ള ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ ചിന്തിച്ചു വരുന്നത് ആ ഒരു പാറ്റേൺ ഇവർ ഫോളോ ചെയ്യുന്നു. അത് തെറ്റിക്കഴിഞ്ഞാൽ എന്തോ വലിയ കുറ്റം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അങ്ങനല്ല, അതിൻ്റെ ശരി നമ്മൾ പറയുമല്ലോ പല കാര്യങ്ങൾ, അതിൻ്റെ ഒരു രീതി ഇതാണ്, ഇതിൻ്റെ ഒരു ശരി ഇതാണ്. ഈ ശരികളും ഈ രീതികളും മറ്റെല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പൊളിച്ചെഴുതപ്പെട്ട് കഴിഞ്ഞു പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും. പക്ഷേ ഈ ഒരു വിവാഹത്തിൻ്റെ ഒരു പ്രക്രിയ അതും ഒരു പരിധിവരെയൊക്കെ ഇപ്പോൾ പൊളിച്ചെഴുതപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീടിനെ സ്വന്തം വീടായിട്ട് കാണണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് ആദ്യം അത് പഠിക്കേണ്ടത്. വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ ആ വീട്ടിലെ ഒരു അംഗമായിട്ട് വന്നു കയറുന്ന നിമിഷം മുതൽ കൺസിഡർ ചെയ്യണമെന്നും അവളും തൻ്റെ മകനും തമ്മിൽ യാതൊരു വേർതിരിവോ വ്യത്യാസമോ ഇല്ലാന്നും മനസ്സിലാക്കാനുള്ള മിനിമം മര്യാദയും കോമൺ സെൻസും ബോധവും ഈ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ചെറുക്കൻ്റെ വീട്ടുകാരാണ് കാണിക്കുന്നത്. അല്ലാതെ നിന്റെ വീട് ഇതല്ലല്ലോ, നിന്റെ വീട് അതാണല്ലോ എന്ന് ഒരു തവണ പറഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാവും എൻ്റെ യഥാർത്ഥ വീട് ഇതല്ല, ഞാൻ ഇവിടെ എന്തോ വലിഞ്ഞു കയറി വന്നേക്കുന്നതാണ്. പക്ഷെ അല്ല, വലിഞ്ഞു കയറിയാണോ വന്നേക്കുന്നത്? നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ച് നല്ല ആർഭാടമായി കല്യാണവും കഴിപ്പിച്ച് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ലീഗലി ചെന്ന് കയറുന്ന വീട്ടിൽ പോലും ഇടമില്ല. നമ്മൾ മുൻപ് ശാരിക സംസാരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പെൺകുട്ടികളുടെ വീട് ഏതാ? ഭർത്താവിന്റെ വീടുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീടുണ്ടോ? അതും ഇല്ല. യഥാർത്ഥത്തിൽ ശരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ഇനിയിപ്പോൾ സ്വർണ്ണം ഒന്നും മേടിച്ചു കൊടുക്കാമെന്നൊന്നും, അല്ലെങ്കിൽ അതുപോലെ വെൽത്തി ആയിട്ടുള്ളവർക്ക് അതൊരു വിഷയമായിരിക്കത്തില്ല. പക്ഷെ ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു മിഡിൽ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടും പക്ഷെ അത് മാത്രമല്ല, അങ്ങനെയുള്ളപ്പോൾ അത്രയും ആത്മാർത്ഥതയും സ്നേഹവും മക്കളോടുണ്ടെങ്കിൽ ആ ഒരു സ്വർണം എന്ന് പറയുന്നത് മകൾക്ക് കൊടുക്കുന്നതാണേലും അത് അനുഭവിക്കുന്നത് ഒരു കാരണവശാലും മകൾ മാത്രമല്ല. ഈവൻ മകൾക്കും മരുമകനും വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അവർ രണ്ടുപേരും തന്നെയാവണം അത് കൈകാര്യം ചെയ്യുന്നത് എന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം,
ആ പൈസയ്ക്ക് ഒന്നുകിൽ സ്വന്തം മകൾക്ക് ഒരു FD ഇട്ട് കൊടുക്കുക. അതൊന്നുമല്ല, ഒരുപാടുള്ളവരാണെങ്കിൽ ഒരു 2-3 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു 3 സെന്റ് സ്ഥലമോ ഒരു വീടോ അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലമോ ഒരു വീടും കൂടെ മകളുടെ പേരിൽ വാങ്ങിച്ചു കൊടുക്കുക. അതാവുമ്പോൾ ആ പെണ്ണിന് നാളെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വന്തം വീടിലേ വേണ്ട, ഭർത്താവിന്റെ വീടിലേ വേണ്ട, കയറി കിടക്കാൻ ഒരു ഇടമെങ്കിലും ഉണ്ടാവും, ആരുടെയും ശല്യമില്ലാതെ, അല്ലെങ്കിൽ ആർക്കും ശല്യമാവും. അതല്ലേ? അതെ അതെ. എന്തായാലും ജിസ്മോള് പോയപ്പോൾ ഉള്ള മക്കളെയും കൂടെ കൊണ്ടുപോയി. കാരണം തങ്ങൾ ആർക്കും ബാധ്യതയാവരും അവര് അരക്കിട്ടുറപ്പിച്ചതുപോലായിരുന്നു അവരുടെ പോക്ക്. ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവനും ജിസ്മോളുടെ ആർക്കാണ് ഇതിൽ സങ്കടം ഉണ്ടാവുക? അയാളുടെ ഹസ്ബൻഡ് കരയോ? ഇല്ല. അവരുടെ അമ്മായിയമ്മ കരയോ? ഇല്ല. നാത്തൂൻ കരയോ? ഇല്ല. ആ നഷ്ടം അവരുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. അവരുടെ ചെറുപ്പത്തിലേ തൊട്ടുള്ള കാര്യങ്ങളും കൊച്ചുമക്കളുടെ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും അവൾ നേടിയ ഓരോ അച്ചീവ്മെന്റിന്റെ കാര്യങ്ങളും ഓർത്ത് അവരുടെ മരണം വരെയും അച്ഛനും അമ്മയും ഇരിക്കുക, സ്വന്തം മക്കൾ നഷ്ടപ്പെടുക, അതും ആത്മഹത്യ ചെയ്തു കളയാന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു വേദന തന്നെയാണ്. ആ വേദന ജീവിതകാലം മുഴുവനും അവരനുഭവിക്കേണ്ടി വരും. അതിന് അറിഞ്ഞോ അറിയാതെയോ ജിസ്മോളുടെ പാരൻസ് അല്ലെങ്കിൽ ജിസ്മോളിനെ പോലെയുള്ള അങ്ങനെ മരിച്ച 1000 ആൾക്കാരുടെ പാരൻസും അതിന് കാരണക്കാർ തന്നെയാണ്. ഇനി നമ്മുടെ വീട്ടുകാർ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടുകാര് അവനെ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, സ്ത്രീയാണ് എൻ്റെ ധനം, അവൾ എനിക്ക് എൻ്റെ പാർട്ട്ണറായിട്ട് ആണ് വേണ്ടത്, എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു വേലക്കാരിയോ എൻ്റെ കടങ്ങൾ തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ടല്ല ഞാൻ അവളെ സ്വീകരിക്കേണ്ടതെന്ന് ആണിനെ എന്ന് വീട്ടുകാർ പഠിപ്പിക്കുന്നു. തിരിച്ച് പെണ്ണിനെ അല്ലെങ്കിൽ പെണ്ണ് വീട്ടുകാർ എന്ന് ചിന്തിക്കുന്നുവോ, ഞങ്ങളുടെ വീട്ടിലെ ധനമാണ്, ഞങ്ങളുടെ വീട്ടിലെ വിളക്കാണ് ഞങ്ങളുടെ മകൾ, ഇനി എത്ര കാലം അവൾ ഒറ്റയ്ക്ക് ജീവിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. മാരേജ് ഈസ് നോട്ട് ദാൻ എൻഡ് ഓഫ് ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിന്റെ അവസാന വാക്കല്ല വിവാഹം എന്ന് പെണ്ണ് വീട്ടുകാർ എന്ന് ചിന്തിക്കുന്നവരെയും അന്ന് മാത്രമേ ഇങ്ങനെയുള്ള മരണങ്ങൾ അവസാനിക്കുകയുള്ളൂ.